കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. അവൻ നിത്യജീവിതത്തിലേക്ക് ജനിച്ചിരിക്കുന്നു. 5 വയസ്സുള്ള മകൻ മിക്കായുടെ മരണവാർത്ത അറിയിച്ച് ലോകപ്രശസ്ത കാത്തലിക് ഇൻഫ്ലുവൻസർ പോൾ കിമ്മിന്റെ വാക്കുകളായിരുന്നു ഇവ. മാരകമായ ഫ്ലൂവിനെ തുടർന്നുണ്ടായ അപൂർവ മെഡിക്കൽ അടിയന്തരാവസ്ഥയെ തുടർന്ന് ഒരാഴ്ചയിലേറെ ലൈഫ് സപ്പോർട്ടിൽ കഴിഞ്ഞിരുന്ന മിക്ക 2025 ഡിസംബർ 31 ബുധനാഴ്ച നിത്യതയിലേക്ക് യാത്രയാകുകയായിരുന്നു. ദൈവത്തിന്റെ അനന്തമായ മഹത്വത്തിലും സ്നേഹത്തിലും സമാധാനത്തിലും ഊഷ്മളതയോടെ മിക്ക ജോസഫ് പുതുവർഷം ആരംഭിക്കുകയാണ് എന്ന് 2 ഭാഗങ്ങളുള്ള വീഡിയോയോടൊപ്പം പോൾ കിം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിനായി കർത്താവ് മിക്കയെ ഉപയോഗിക്കുകയാണെന്നും മിക്ക വളരെ തിരക്കിലാണ് എന്നും പോൾ കിം കുറിച്ചു. നമുക്ക് ചുറ്റുമുള്ള സാക്ഷികളുടെ വലിയ സമൂഹത്തിൽ മിക്ക ഭാഗമായിരിക്കുന്നതിനാൽ താൻ ഒരു പിതാവെന്ന നിലയിൽ അഭിമാനിക്കുന്നുവെന്നും മിക്കയുടെ രോഗാവസ്ഥയിലുള്ള ഏവരുടെയും പ്രാർത്ഥനകൾ കർത്താവ് തീർച്ചയായും ശ്രവിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മറുപടി നൽകിയിരിക്കുന്നുവെന്നും മിക്ക കൂട്ടിച്ചേർത്തു. ദൈവം അവനെ സുഖപ്പെടുത്തി നിത്യജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നു എന്ന് കണ്ണീരിൽ കുതിർന്ന വാക്കുകളോടെ പോൾ കിം പങ്കുവച്ചു. കാഴ്ചയാലല്ല വിശ്വാസത്താൽ ജീവിക്കാനുള്ള കൃപയ്ക്കായി തനിക്കും കുടുംബത്തിനു വേണ്ടി പോൾ കിം പ്രാർത്ഥനകളും അഭ്യർത്ഥിച്ചു. ഹൃദയം തകരുന്ന വേദനയുണ്ടെങ്കിലും കർത്താവിൽ ആശ്രയിക്കുന്നതായി 6 മക്കളുടെ പിതാവ് കൂടിയായ പോൾ കിം കൂട്ടിച്ചേർത്തു.